എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജൂലൈ 2026 വിശാഖം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, 5 of Cups, World card, 2 of Swords energy, 4 of Wands energy and High Priestess energy. So, first of all, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ് ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ആദ്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു തൃപ്തി അനുഭവിക്കുന്ന ഒരു സമയമെന്ന് പറയാം ഈ ഒരു മാസം. അപ്പോൾ സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ വലിയൊരു ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു സ്വന്തം വീട്, ചില വീട്ടിലേക്ക് കയറി താമസിക്കുന്നത്, വീട് വെഞ്ചരിപ്പോ, പാലുകാച്ചൽ അതുപോലുള്ള കാര്യങ്ങളാകാം. അത് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ പറയാം, ഒത്തിരി നാളുകൾക്ക് ശേഷം മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ഫീല് തരുന്നതാണ്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരേപോലെയുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല. അപ്പോൾ വീടിൻ്റെ ഒരു സാഹചര്യം കാണിക്കുന്നു. വീട് പണിയായിട്ട് കുറേ ഓട്ടമായിരുന്നു, ഫൈനലി വീട് പണിഞ്ഞു, വീട്ടിൽ കയറി താമസിച്ചു എന്നുള്ളതിൻ്റെ തൃപ്തി നൽകുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റ് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കാം. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിൽ ഒത്തിരി ഉയർച്ച കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ഒത്തിരി ഹയർ എഡ്യൂക്കേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ലൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നൊരു സമയമാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു PhD ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ടാവാം, അതൊരു വലിയ കാര്യം എന്നുള്ള രീതിയിൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതേപോലെ ഒരു പക്ഷേ അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് നോർമൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ, അതായത് MBBSന് ശേഷം MD അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലുള്ള വിദേശത്ത് പോയിട്ട് പഠിക്കാൻ ഉള്ള അവസരങ്ങൾ, അപ്പോൾ വളരെയധികം നമുക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ തരുന്ന തരത്തിൽ അക്കാഡമിക്സിൽ വളരെയധികം മികവ് കാണിക്കാൻ പറ്റുന്ന സാധ്യത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളാവും. ഇപ്പോൾ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സിവിൽ സർവീസ് എഴുതുന്നതോ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയം കൂടിയിട്ടാണ്, കരിയറിൽ ഒത്തിരി സാധ്യതകൾ നൽകുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് ജോലി അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലൊരു സ്ഥിരത ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അടുത്തിടയ്ക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ജോലി ഇങ്ങനെ മാറി ഇപ്പോൾ ചാടി പോകും, നമ്മൾ പറഞ്ഞ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങളിനി അഥവാ ശ്രമിച്ചാൽ തന്നെയും ഇപ്പോൾ ഒരു ജോലിയിൽ നിൽക്കുക, ഇപ്പോൾ ഒരു 6 മാസം 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും എങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലം നിങ്ങൾക്ക് ജോലി രാജിവെക്കേണ്ടി വരിക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറേണ്ടി വരുന്ന സിറ്റുവേഷനൊക്കെ ആവാം. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു സ്ഥിരത ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ നല്ലതാണ്. കാരണം നല്ലൊരു ജോലിയിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ ജോലി സാധ്യത, പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ പുതിയ ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി പെർമനൻറ്റ് പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത, സർക്കാർ ജോലിയിലേക്ക് പോകാനുള്ള സാധ്യത, ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരി മികവ് കാണിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്ഥാനക്കയറ്റം, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് ലൈഫിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. ഇത്രയും വലിയ പൊസിഷനോ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുമ്പോൾ ചില ആളുകളിൽ ഒരു ഒത്തിരി സന്തോഷമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ഒരു പക്ഷേ ഇത്തിരി ഒരു നെഗറ്റീവ് ഫീലിലേക്ക് പോകാം. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് കുറച്ചൊരു അഹങ്കാരിയായി മാറിയെന്ന് മറ്റുള്ളവർക്ക് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയധികം പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യമാണ്. അപ്പോൾ
പെരുമാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറയുന്നത് വേറെ രീതിയിലായിരിക്കും ആളുകൾ എടുക്കുക. അപ്പോൾ മിതമായിട്ടുള്ള സംസാരം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ 5 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോഡ്സ് എനർജി ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. വളരെ അതായത് അർജൻറ്റായിട്ട് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഇപ്പം തന്നെ തീരുമാനിക്കണം എന്ന് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ അടുത്ത മാസത്തിലേക്ക് വരുന്ന മാസത്തിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ജൂലൈ മാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഒരു തീരുമാന കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെച്ചം. കാരണം ജൂലൈയിൽ പൊതുവെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. തീരുമാനങ്ങൾ തെറ്റോ ശരിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല, മറിച്ച് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ, സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ വരുന്നുണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അത് അടുത്തൊരു മാസത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ വ്യക്തത ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ ആ വ്യക്തതയോട് കൂടിയിട്ട് ആ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതൊന്ന്. അതേപോലെ തന്നെ പല പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റായിട്ട് ധൃതി പിടിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ചില ആളുകൾ. അപ്പോൾ ധൃതി പിടിപ്പിച്ചാലും നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൃതി പിടിച്ചൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്ക് സിറ്റുവേഷൻസ് ഒക്കെ നല്ലതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലൊരു എന്താ പറയുക നെഗറ്റിവിറ്റി, പെസിമിസം വരും. ഒരു ശുഭാപ്തി വിശ്വാസ കുറവ് കാണിക്കുന്നുണ്ട്. അതായത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള നിരാശ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാൽ എല്ലാം തടസ്സപ്പെട്ടു എന്ന ചിന്തയാണ്. അങ്ങനെയല്ല, ഒരു വഴി അടയും മറ്റൊരു വഴി, അതിനേക്കാളും മികച്ചൊരു വഴി തുറക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ 5 ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ദൈവിക കാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി താല്പര്യം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ദൈവികം ആത്മീയം കാര്യങ്ങൾ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു ദൈവഭാഗ്യം അല്ലെങ്കിൽ ദൈവ കടാക്ഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദൈവാനുഗ്രഹമുള്ള പോലെ ഒരു തോന്നൽ. കാരണം എന്ത് കാര്യത്തിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ച രീതിയിൽ പലതും സംഭവിക്കാം. ചില പ്രത്യേക സമയങ്ങളിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് മെയിനായിട്ട് ആ തടസ്സം അവിടെ വന്നു അതോടുകൂടി അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിലല്ല, മറിച്ച് ആ ഒരു തടസ്സം വരികയാണ്, നിങ്ങൾ വഴിമാറിപ്പോയാൽ അതിനേക്കാൾ മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് സിറ്റുവേഷൻസ്. അത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കുകയും കൈകാര്യവും ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് കുറച്ചധികം ആത്മീയതയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജീവിതത്തോടൊരു വിരക്തി അങ്ങനെയല്ല, മറിച്ച് നിങ്ങൾ വളരെ സംയമനത്തോടു കൂടിയിട്ട് എല്ലാത്തിനെയും കാണുന്നു, വളരെയധികം മിതത്വം പാലിക്കുന്നു, ലളിതമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യാത്രകൾ പോകുന്നുണ്ട്, പിന്നെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതേപോലെയുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, ചില ആശ്രമങ്ങൾ സന്ദർശിക്കുന്നു, അതുപോലുള്ള ഇടങ്ങൾ, അങ്ങനെയുള്ള യാത്രകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അതേസമയം തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എനർജി വേൾഡ് കാർഡ് ആൻഡ് 4 ഓഫ് വോൺസ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ യാത്രകൾ എന്തായാലും ഈ ഒരു മാസം അനിവാര്യമായിട്ട് കാണിക്കുന്നു. അത് ഏത് പ്രായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഒരു പ്രായത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ചില യാത്രകൾ ഉണ്ടാവുമല്ലോ, സാഹസികത കലർന്ന യാത്രകൾ, ഇപ്പോൾ ട്രക്കിങ്ങിനോ അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും പോയിട്ടുണ്ടാവാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് അവസരം വരികയാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നിനെയും ഒരു ഭയം അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ ചിന്തയൊന്നും മൈൻഡിലില്ല, ഇനിയിപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നുള്ളൊരു ഫീലിലേക്ക് വരെ നിങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലുള്ള യാത്രകൾ, സാഹസിക യാത്രകളൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്, ദൂരയാത്രകൾ, നിങ്ങൾക്കിപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. നിങ്ങൾക്ക് ഒത്തിരി എക്സൈറ്റഡ് ആണ്. ജീവിതത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന തന്നെ മാറി വ്യത്യസ്തമായിട്ട് നോക്കിക്കാണാൻ തുടങ്ങിയിരിക്കുന്നു. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സമാധാനവും സ്വസ്ഥം ഗൃഹഭരണം എന്ന് പറയുന്ന രീതിയിൽ ആണ്. പക്ഷേ ഗൃഹഭരണം എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ഒത്തിരി ഹാപ്പിയാണ്. കാരണം ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു ഫീലിംഗ് ഒക്കെ വീട്ടിലുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം, നിങ്ങൾക്ക് കൂടുതൽ മാന്യത തരുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തൃപ്തരാണ്. നിങ്ങളുടെ ആ ഒരു ജീവിത ശൈലിയിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കി ലൈഫ് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.